ആറ്റിങ്ങലിലെ അരുങ്കൊല അവിഹിത ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. ആറ്റിങ്ങൽ അരുങ്കൊലയുടെ ചുരുളഴിഞ്ഞു. പ്രതി നിനോ മാത്യു കൊലപാതകം നടത്തിയത് കാമുകിയുമൊത്തുള്ള അവിഹിത ബന്ധം ഊട്ടിയുറപ്പിക്കാൻ. അക്രമത്തിൽ പരിക്കേറ്റ ലിജീഷിന്റെ ഭാര്യ അനുശാന്തിയെ കൊലപാതകത്തിന് കൂട്ടുന്നതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ട അമ്മൂമ്മ ഓമനയുടെയും ചെറുമകൾ സ്വസ്തികയുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ച ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഞെട്ടിച്ച അതിക്രൂര കൊലപാതകത്തിന്റെ ചുരുൾ ഏറെ നാടകീയമായാണ് പോലീസിന് ഇഴകീറാനായത്. മരിച്ച ഓമനയുടെ മകൻ ലിജീഷിന്റെ ഭാര്യ അനുശാന്തിക്ക് കാമുകനും പ്രതിയുമായ ലിനോ മാത്യു അയച്ച സന്ദേശവും പോലീസിന് വഴിത്തിരിവായി. ലിജീഷിന്റെ ഭാര്യ അനുശാന്തിയുമായി ലിനോ മാത്യുവിനുണ്ടായിരുന്ന അവിശുദ്ധ ബന്ധം തന്നെയാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. കേസന്വേഷിക്കുന്ന റൂറൽ SP രാജ്പാൽ മീണ, ഇതിലെ കാരണം നമുക്ക് മനസ്സിലായതാണോ ഓരോ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണോ അതാണോ നമുക്ക് മനസ്സിലായത്. പിന്നെ അതിൽ കുറച്ച് എങ്കിൽ ഇപ്പം തന്നെ നമുക്ക് പരിശോധിക്കണം. അതിൽ നമുക്ക് കുറച്ച് ചെറിയ സമയം എടുക്കും. ബാക്കി കുറച്ച് തെളിവുകൾ ലിങ്ക് ചെയ്യണോ, അത് കൊറോബറേറ്റ് ചെയ്യണോ, ഇതിൽ ചെറിയ സമയം എടുക്കും. ബാക്കി അത് നമുക്ക് മനസ്സിലായത് പ്രൈം ഫേഷ്യ കാരണം ഏതാണോ. അതിൽ നമുക്കൊരു സ്റ്റാർട്ടിങ് പോലെ സ്റ്റാർട്ടിങ് ജസ്റ്റ് ലൈക്ക് ഒരു 1 വീക്ക് ബിഫോർ അദ്ദേഹത്തിൽ അനുശാന്തിയിലെ ഹസ്ബൻഡ് അറിയാമോ ഇങ്ങനെ ഒരു അനുശാന്തിയിലെ ഒരു ഇല്ലീഗൽ ബന്ധം ഒരാളുടെ കൂടെ ഉണ്ട്. അത് ഇയാളെ നിർത്താൻക്ക് വേണ്ടി പറഞ്ഞു. ടെക്നോ പാർക്കിലെ സിംസൺ കമ്പനിയിൽ ഒരുമിച്ച് ജോലി ചെയ്യുകയായിരുന്ന ഇരുവരും തമ്മിലുള്ള അടുപ്പം അവിഹിത ബന്ധത്തിലേക്ക് വഴിവെച്ചപ്പോൾ കുടുംബം അതിനൊരു ബാധ്യതയെ മാറിയതോടെ പ്രതി കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു. കൊലപാതകത്തിന് തൊട്ടുമുൻപ് ലിനോ മാത്യു അനുശാന്തിക്ക് അയച്ച സന്ദേശം ഇങ്ങനെ: എന്റെ വക നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റുണ്ട്, വൈകിട്ട് വരെ കാത്തിരിക്കുക. ആ സമ്മാനം തന്റെ ഭർത്താവിന്റെ ജീവനായിരിക്കുമെന്ന് അനുവിന് അറിയാമായിരുന്നു. പക്ഷേ തന്റെ മകളെ കൊല്ലുമെന്ന് താൻ അറിഞ്ഞിരുന്നില്ലെന്ന് അനുശാന്തി പോലീസിനോട് പറഞ്ഞെങ്കിലും പോലീസ് അത് വിശ്വസിച്ചിട്ടില്ല. വിട്ടുപിരിയാനാകാത്ത ബന്ധം തുടർന്ന ഭാര്യയോട് വേർപിരിഞ്ഞ് കാമുകനൊപ്പം പൊയ്ക്കൊള്ളാൻ ഭർത്താവ് ലിജീഷ് നേരത്തെ പറഞ്ഞിരുന്നു. ഭർത്താവിനെയും മകളെയും ഒഴിവാക്കി കിട്ടിയാൽ ഒന്നിച്ചു കഴിയാമെന്ന വാഗ്ദാനമായിരുന്നു അനുശാന്തി കാമുകന് നൽകിയത്. ലിജീഷിനെ കൊലപ്പെടുത്താനെത്തിയ പ്രതി ലിനോ മാത്യു വീട്ടുവാതിൽ തുറന്ന മാതാവ് ഓമനയെയും 4 വയസ്സുള്ള മകൾ സ്വാസ്തികയെയും കഴുത്തിന് വെട്ടി വീഴ്ത്തുകയായിരുന്നു. ഒരിക്കൽ പോലും ഇയാളെ പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു ധാരണയിലാണ് ഇവർ രണ്ടുപേരും ഈ കൃത്യം ആസൂത്രണം ചെയ്തത്. കാരണം ടെക്നോ പാർക്കിലുള്ള ആളുകളാണ്, ഹൈ പ്രൊഫൈൽ ആളുകളാണ്. മോഷണം നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മോഷ്ടാക്കൾ വീട്ടിനകത്ത് കയറി ഈ കൊലപാതകം നടത്തി കുട്ടിയുടെ ബ്രേസ്ലെറ്റും മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുള്ള ധാരണയിൽ പോലീസ് അന്വേഷണം നടത്തും. അഥവാ ഇയാളെക്കുറിച്ച് ഉള്ള സംശയം വന്നു കഴിഞ്ഞാൽ പോലും രക്ഷപ്പെടുന്നതിനുള്ള കാര്യങ്ങളൊക്കെ അയാൾ ആസൂത്രണം ചെയ്ത് വച്ചിട്ടാണ് ഇത്തരത്തിലൊരു കൃത്യം നടത്തിയത്. ഇതുവരെയും അയാൾക്ക് മാനസികമായ ഒരു പ്രയാസങ്ങളുള്ള ആളല്ല, ലഹരി മരുന്നിന് അടിമയല്ല, ഡ്രഗ്സോ കഞ്ചാവോ ഉപയോഗിക്കുന്ന ആളല്ല. പിടിക്കപ്പെട്ട അനുശാന്തിയെയും കാമുകനെയും പോലീസ് ആറ്റിങ്ങലിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. ആഡംബര ജീവിതമായിരുന്നു അനുശാന്തിയുടേതെന്ന് പോലീസ് പറയുന്നു. കൊലപാതകങ്ങളും ആക്രമണങ്ങളുമൊക്കെ സംസ്ഥാനത്ത് ദൈനംദിന സംഭവങ്ങളായി മാറുമ്പോഴും ആറ്റിങ്ങൽ കൊലപാതകം ഓർമ്മിപ്പിക്കുന്നത് പലതാണ്. ഒരു യുവതിയുടെ അവിശുദ്ധ ബന്ധത്തിന് ബലി കൊടുക്കേണ്ടി വന്നത് മകളുടെയും അമ്മായിയമ്മയുടെയും ജീവിതം. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക്. രണ്ട് വയസ്സുകാരിയായ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അച്ഛനെതിരെ അമ്മ പോലീസിൽ പരാതി നൽകി. തടയാൻ ശ്രമിച്ച അമ്മയ്ക്ക് ക്രൂരമർദ്ദനം. സംഭവത്തിൽ പിതാവ് ഒളിവിൽ. കാലടി സ്വദേശി കൃഷ്ണദാസിനെതിരെയാണ് ഭാര്യ മഞ്ജു 2 വയസ്സുകാരിയായ മകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നുവെന്ന് കാണിച്ച് ആലുവ റൂറൽ SP പരാതി നൽകിയത്. മദ്യപാനിയായ കൃഷ്ണദാസ് പലതവണ ഇത്തരത്തിൽ പെരുമാറാറുണ്ടെന്നും അസഹനീയമായതോടെയാണ് വീട് വിട്ടിറങ്ങിയതെന്നും ആലുവ ജനസേവാ ശിശുഭവനിലെത്തിയ മഞ്ജു പറഞ്ഞു. കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിരവധി മുറിപ്പാടുകളുണ്ട്. അക്രമത്തിൽ പരിക്കേറ്റ കുഞ്ഞിനെയും മഞ്ജുവിനെയും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെയും ഇത്തരം അക്രമങ്ങൾ കാണിച്ചിരുന്ന കൃഷ്ണദാസിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് പുറത്തിറങ്ങിയ കൃഷ്ണദാസ് സമാന സ്വഭാവത്തിലാണ് പെരുമാറുന്നത്. ഇതേ തുടർന്നാണ് ഇവർ ആലുവ ജനസേവാ ശിശുഭവനിൽ അഭയം തേടിയെത്തിയതെന്നും മഞ്ജു പറഞ്ഞു. പരാതി സ്വീകരിച്ച ആലുവ റൂറൽ SP
തുടർ നടപടികൾക്കായി പരാതി കാലടി CIക്ക് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോഴിക്കോട്ട് പട്ടാപ്പകൽ ഗുണ്ടാ ആക്രമണം. നഗരത്തിലെ ഹോട്ടൽ ഗുണ്ടാ സംഘം അടിച്ചു തകർത്തു. വൈകുന്നേരം 5 മണിയോടെയാണ് മാവൂർ റോഡിലെ ഹോട്ടലിന് നേരെ കൊട്ടേഷൻ സംഘത്തിന്റെ ആക്രമണം നടന്നത്. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി ആറുമുഖം നടത്തുന്ന ഹോട്ടലാണ് അക്രമി സംഘം തല്ലിത്തകർത്തത്. ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ അക്രമികൾ വികലാംഗനായ ആറുമുഖത്തെയും ക്രൂരമായി മർദ്ദിച്ചു. 15 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. കെട്ടിടത്തിൽ നിന്ന് ഒഴിഞ്ഞു തരണമെന്ന് കഴിഞ്ഞ ആഴ്ച കെട്ടിടമുടമ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒഴിഞ്ഞു തരാൻ കാലാവധി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കെട്ടിടമുടമയുടെ നേതൃത്വത്തിൽ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് ആറുമുഖം പറഞ്ഞു. ബിൽഡിങ്ങിൻ്റെ ഓണർ KKR മറ്റേ പാളയം സക്കരിയാറിൻ്റെ ടീം വന്ന് പൊളിച്ചതാണ്. നമ്മൾ ഒളിയാൻ പറഞ്ഞു. ബിൽഡിങ്ങിൻ്റെ ഓണർ ആദ്യം പറഞ്ഞ് KSRTC വന്നിട്ടുള്ള 2 കൊല്ലം നടത്താൻ തരണം പറഞ്ഞതാണ്. ഇപ്പോൾ പട്ടിന് ഒളിഞ്ഞു തരണം പറഞ്ഞു. വേറെ പാർട്ടി വന്നിട്ട് ഒളിഞ്ഞു തരണം. നമുക്ക് സമയം ചോദിച്ചു. തന്നെ CSR കണ്ടുവന്നതാണ് ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ പോയിട്ട്. മിനിഞ്ഞാന്ന് നൈറ്റിൽ മറ്റേ നിസാർ വന്നിട്ട് ഇവിടെ ലൈറ്റ് ബൾബൊക്കെ അടിച്ച് പൊട്ടിച്ചതാണ്. കിക്ക് ബോക്സിൻ്റെ ചാമ്പ്യനാണല്ലോ. ഇവിടുത്തെ ലൈറ്റ് എല്ലാം അടിച്ച് പൊട്ടിച്ചതാണ് പിടിയാൻ്റെ. കഴിഞ്ഞ 10 വർഷത്തോളമായി ആറുമുഖം ഇവിടെ ഹോട്ടൽ നടത്തി വരികയാണ്. ദിവസങ്ങളായി കട ഒഴിഞ്ഞുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് കൊട്ടേഷൻ സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നതായി ആറുമുഖം വെളിപ്പെടുത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നടക്കാവ് പോലീസിൽ ആറുമുഖം പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. ദുബായിൽ നിന്നും വരികയായിരുന്ന കോഴിക്കോട് സ്വദേശികളിൽ നിന്നും 1,20,00,000 രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടികൂടി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് സ്വർണം പിടികൂടിയത്. സ്വർണം കടത്താൻ ശ്രമിച്ച എരഞ്ഞിക്കൽ സ്വദേശികളായ ഷിനു, സജു എന്നിവരാണ് കസ്റ്റംസിന്റെ പിടിയിലായത്. 4 കിലോഗ്രാം തൂക്കം വരുന്ന 35 തങ്കക്കട്ടികളാണ് ഇവരുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തത്. ഇതിന് വിപണിയിൽ 1,20,00,000 രൂപ വിലമതിക്കും. സ്വർണ്ണ ബിസ്ക്കറ്റുകളിൽ വിദേശമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലെ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ഉടൻ ഇവരെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കസ്റ്റംസും DRIയും പരിശോധന ശക്തമാക്കിയിട്ടും കേരളത്തിലേക്ക് സ്വർണ്ണക്കടത്ത് വ്യാപകമായി നടക്കുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ കടത്താൻ ശ്രമിച്ച 2 കിലോ സ്വർണം DRI സംഘം പിടികൂടിയിരുന്നു. ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ സംഘത്തിലെ കാരിയർമാരാണ് പിടിയിലായതെന്നാണ് കസ്റ്റംസിന് ലഭിച്ച പ്രാഥമിക വിവരം. കൂടുതൽ ചോദ്യം ചെയ്യലിനായി പ്രതികളെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എറണാകുളം പള്ളുരുത്തിയിൽ യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയുടെ അയൽവാസി മധുവിനെയാണ് പാലക്കാട്ട് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. വ്യക്തിവൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് റേഷൻ കടയിൽ പോയി മടങ്ങി വരികയായിരുന്ന സിന്ധുവിനെ മധു കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തിയത്. സിന്ധുവിനെ കുത്തിയ ശേഷം ഇയാൾ മുങ്ങുകയായിരുന്നു. പള്ളുരുത്തി SI യേശുദാസിന് കിട്ടിയ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം പാലക്കാട്ടേക്ക് തിരിച്ചു. പാലക്കാട്ട് സുഹൃത്തിൻ്റെ വീട്ടിൽ പോകവെയാണ് പ്രതി മധുവിനെ പോലീസ് പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇയാളെ പള്ളുരുത്തി സ്റ്റേഷനിലെത്തിച്ചു. വ്യക്തിവൈരാഗ്യമാണ് കാരണമെന്നാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി വെളിപ്പെടുത്തിയത്. 4-5 വർഷത്തിന് മുമ്പ് ഈ പ്രതി അവരുടെ ഈ സിന്ധുവിൻ്റെ വീട്ടിൽ പ്ലംബിംഗ് ജോലി ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് പൈസ ഇവർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അതുതന്നെയല്ല, ഇത് പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർ തമ്മിലുള്ള ചില ഒരു വാക്കുതർക്കമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇയാൾ ആ പണി അവിടെ നിർത്തിയിട്ട് പോയി. നിർത്തി കഴിഞ്ഞപ്പോഴത്തേന് ഇവരുടെ വേറൊരാളെ കൊണ്ടാണ് പിന്നെ ആ ജോലി തീർത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ദേഷ്യം ഇയാൾക്ക് തന്നെ ആ കുടുംബത്തോട് തന്നെ ഉണ്ട്. കൂടാതെ ഒരു ആരോപണം പ്രതിയിൽ നിന്നുള്ള കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ മന്ത്രവാദം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവന് കല്യാണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവൻ 10-32 വയസ്സുണ്ട്. ഇവൻ്റെ ഒരു ധാരണ, ഇതൊക്കെ ഓരോ തെറ്റിദ്ധാരണകളായിരിക്കാം. അതിൻ്റെ അകത്ത് യാഥാർത്ഥ്യം ഉണ്ടെന്ന് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. പക്ഷേ ഇവൻ്റെ ഒരു ധാരണ മന്ത്രവാദം ചെയ്തിട്ട് കുടുംബം നശിപ്പിച്ചു, ഇവൻ്റെ ഭാവി നശിപ്പിച്ചു, ഇങ്ങനെയൊക്കെയുള്ള ഒരു വൈരാഗ്യ ബുദ്ധി അവന് ഉണ്ട്. എന്നാൽ ഇയാളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ കൊലപാതകത്തിനുള്ള യഥാർത്ഥ കാരണം വ്യക്തമാവൂ എന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.